നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോള്. ഇന്നത്തെ വീഡിയോ അതായത് 12/5/2026 ചൊവ്വാഴ്ച വൈകിട്ട് റബ്ബർ വിലയും സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണ്ണം 1 ഗ്രാമിൻ്റെ മുകളിൽ 50 രൂപ, ഒരു പവൻ്റെ മുകളിൽ 400 രൂപയാണ് ഇന്ന് കൂടിയിരിക്കുന്നത്. അതുപോലെ റബ്ബർ വിലയിൽ ലാറ്റക്സ് വിലയിൽ മാത്രമാണ് വർധനവ്. സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് രൂപ 14,115, ഒരു പവന് 1,12,920. അതുപോലെ 24 ക്യാരറ്റ് രൂപ 15,398, ഒരു പവൻ 1,23,184. അതുപോലെ 18 ക്യാരറ്റ് 1 ഗ്രാം 11,549, ഒരു പവൻ 92,392. ഇതാണ് വൈകിട്ടത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. അതുപോലെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കോട്ടയം മാർക്കറ്റ് വില RSS 4 കിലോ 260, RSS 5 കിലോ 256, ISNR 20 211, ലാറ്റക്സ് 60% 162.75. ഇതാണ് വൈകിട്ടത്തെ റബ്ബർ വില. കൊച്ചു വില നോക്കുമ്പോൾ RSS 4 കിലോ 260, RSS 5 കിലോ 256. ഇതാണ് വൈകിട്ടത്തെ കൊച്ചു വില. അകർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 258, RSS 5 കിലോ 255. വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 4 കിലോ 280 68 പൈസ, RSS 5 കിലോ 280 24 പൈസ. ഇന്നത്തെ വിലയും രാവിലത്തെ വിലയും നോക്കുമ്പോൾ റബ്ബർ വില മാറ്റമില്ലാതെ തുടരുകയാണ്. വിദേശത്തെ വിലയും കുറഞ്ഞു. എന്തായാലും മെയ് 4 റിസൾട്ട് വന്ന UDF 102 സീറ്റുമാണ് അധികാരത്തിലേക്ക് വരുന്നത്. 1-2 മുഖ്യമന്ത്രിമാർ പേര് ഉയർന്നതിനാൽ മുഖ്യമന്ത്രി പദം അനിശ്ചിതത്വത്തിലാണ്. നാളെ ഏകദേശം പ്രഖ്യാപിക്കുമെന്നാണ് മിക്ക ആൾക്കാരും പറയുന്നത്. ഈ സർക്കാർ അധികാരത്തിൽ വരാത്തതിനാൽ പ്രതിസന്ധിയിലായി സംസ്ഥാനത്തെ വിദ്യാർത്ഥികളുടെ SLC ഫലപ്രഖ്യാപനം. കഴിഞ്ഞ LDF സർക്കാർ നിശ്ചയിച്ച പ്രകാരം പരീക്ഷാ മൂല്യനിർണ്ണയം പൂർത്തിയായെങ്കിലും മുഖ്യമന്ത്രി പ്രഖ്യാപനം സർക്കാർ രൂപീകരണം അനിശ്ചിതത്തിലായതാണ് ഫലം വൈകാൻ കാരണം. ഫലം 15-ന് പ്രഖ്യാപിക്കുമെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി VN ശിവൻകുട്ടി അറിയിച്ചിരുന്നു. എന്നാൽ ബുധനാഴ്ച പരീക്ഷാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ബോർഡ് യോഗം ചേരുന്നുണ്ട്. പൊതുവിദ്യാഭ്യാസ മന്ത്രിയാണ് ഫലം പ്രഖ്യാപിക്കുക. എല്ലാ തയ്യാറെടുപ്പും പൂർത്തിയാക്കാനും പുതിയ വിദ്യാഭ്യാസ മന്ത്രി ചുമതലയേൽക്കുമ്പോൾ ഫലപ്രഖ്യാപനം നടത്താനുമാണ് പുതിയ തീരുമാനം. മുഖ്യമന്ത്രി തെരഞ്ഞെടുത്ത ശേഷം മന്ത്രിമാരെ നിശ്ചയിക്കാൻ എത്രനാൾ ഇനി കാത്തിരിക്കണമെന്നും അറിയില്ല. സാധാരണ മെയ് ആദ്യവാരമാണ് എല്ലാ വർഷവും SLC ഫലപ്രഖ്യാപനം. ഫലം വൈകുന്നത് +1 പ്രവേശനത്തിന് കാത്തിരിക്കുന്ന CBSE ICE വിദ്യാർത്ഥികളെയും പ്രതിസന്ധിയിലാക്കും. സ്കൂൾ തുറക്കും മുമ്പ് പുസ്തക വിതരണം പൂർത്തിയാക്കുന്ന നടപടികൾ കഴിഞ്ഞ സർക്കാർ സ്വീകരിച്ചെങ്കിലും ഇക്കുറി പുസ്തക അച്ചടി പൂർത്തിയാകാത്ത സ്ഥിതിയുമുണ്ട്. എന്നാലും ഇനി പുതിയ വിദ്യാഭ്യാസ മന്ത്രി വന്നെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ. എന്തായാലും നാളെ അറിയാം ആരാ മുഖ്യമന്ത്രി എന്നുള്ളത്. അതിനുശേഷം മന്ത്രിമാരും ഉടനെ സത്യപ്രതിജ്ഞ ചെയ്യും. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു.